നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. മഷിപ്പുരട്ടി മലയാളം. കേരളം ജനവിധിയുടെ ക്യൂവിൽ. തെക്കൻ ജില്ലകൾ മന്ദഗതിയിലും വടക്കൻ ജില്ലകൾ ആവേശപൂർവ്വവും വോട്ട് രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം മുതൽ മധ്യ കേരളം വരെ രാവിലെ പോളിംഗ് ആരംഭിച്ചത് മഴയോടെ. ആദ്യ 4 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 22% പോളിംഗ്. കൂടുതൽ പേർ വോട്ട് ചെയ്തത് കോഴിക്കോട്ട്, കുറവ് തിരുവനന്തപുരത്ത്. കണ്ണൂരിലും കനത്ത പോളിംഗ്. ഇടുക്കി ഉടുമ്പൻചോലയിലും കോഴിക്കോട് പേരാമ്പ്രയിലും വോട്ടിംഗിനിടെ 2 പേർ കുഴഞ്ഞു വീണു മരിച്ചു. 14ാം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്തെ 21,498 പോളിംഗ് കേന്ദ്രങ്ങളിൽ. എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂവും വികലാംഗർക്കും മുതിർന്ന പൗരന്മാർക്കും മുൻഗണനയും. കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകൾക്കും കാത്തുനിൽപ്പില്ലാതെ വോട്ട് ചെയ്യാം. പോളിംഗ് സമയം വൈകിട്ട് 6 വരെ. 6 മണിക്ക് ക്യൂവിലുള്ളവർക്ക് ടോക്കൺ നൽകി വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകും. കേരളത്തിലും ഇന്ന് പോളിംഗ് നടക്കുന്ന തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ വ്യാഴാഴ്ച രാവിലെ 8 മുതൽ. ചരിത്ര വോട്ടുമായി ഗവർണർ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സമ്മതിദാനം രേഖപ്പെടുത്തി ഗവർണർ. രാജ്ഭവന്റെ മേൽവിലാസത്തിൽ ജസ്റ്റിസ് P. സദാശിവം വോട്ടിട്ടത് തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിൽ. തമിഴ്നാട്ടിലായിരുന്ന വോട്ടവകാശം അദ്ദേഹം നേരത്തെ കേരളത്തിലേക്ക് മാറ്റിയിരുന്നു. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യുക എന്നത് തന്റെ ഉത്തരവാദിത്തമെന്ന് സദാശിവം. പഞ്ഞമില്ലാത്ത പ്രതീക്ഷകൾ. വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ അവകാശവാദം വിടാതെ നേതാക്കൾ. UDF വിജയം സുനിശ്ചിതമെന്ന് ആന്റണിയും തിരഞ്ഞെടുപ്പിൽ ഇടതുതരംഗമെന്ന് VS-ഉം. കേരളം മാറ്റത്തിന്റെ വഴിത്തിരിവിലെന്ന് കുമ്മനം രാജശേഖരൻ. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരായ വിധിയെഴുത്താകും നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. UDF ഭരണത്തുടർച്ച നേടും. അതേസമയം ഭരണത്തുടർച്ച എന്ന രമേശിന്റെയും മുഖ്യമന്ത്രിയുടെയും സ്വപ്നം വിഡ്ഢിത്തമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ തിരഞ്ഞെടുപ്പോടെ UDF നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പിണറായി വിജയൻ. ഐക്യമുന്നണിക്ക് ഗംഭീര ജയം പ്രവചിച്ച് KM മാണി. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ കേരളീയരോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. വോട്ട് കാക്കാൻ കാക്കിനോട്ടം. വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് കനത്ത ജാഗ്രതയിൽ. കണ്ണൂരിൽ പോളിംഗ് ക്രമക്കേടുകളും അക്രമ സംഭവങ്ങളും ഒഴിവാക്കാൻ വിപുല സന്നാഹം. ജില്ലയിൽ പ്രശ്നസാധ്യതാ പട്ടികയിലുള്ള 1042 ബൂത്തുകളിൽ പ്രത്യേക സേനാ വിന്യാസം. പോളിംഗ് ശതമാനം വിലയിരുത്തുന്നത് ഓരോ മണിക്കൂറിലും. മലബാർ മേഖലയിൽ മാവോയിസ്റ്റ് അക്രമ ഭീഷണിയുള്ള കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ. വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ മാവോയിസ്റ്റുകൾ ആഹ്വാനം നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ആദിവാസി മേഖലകളിൽ പ്രത്യേക നിരീക്ഷണം. മാവോയിസ്റ്റ് ഭീഷണിയുടെ നിഴലിൽ പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലെ 119 പോളിംഗ് സ്റ്റേഷനുകൾ. ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ. മധ്യ കേരളത്തിന്റെ തീരമേഖലകളും പോളിംഗ് ലഹരിയിൽ. തെക്കൻ കേരളത്തിന് മന്ദഗതി. പോളിംഗ് ശതമാനം 80 കടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട് ബൂത്തിൽ. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ 4 മണിക്കൂർ പിന്നിടുമ്പോൾ തമിഴ്നാട്ടിൽ 18% പോളിംഗ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. 2ഇടത്തും വോട്ടെടുപ്പ് സമാധാനപരം. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 232 സീറ്റുകളിലേക്ക്. വോട്ടർമാർക്ക് അനധികൃതമായി പണവും മദ്യവും വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തഞ്ചാവൂർ, അരുവാക്കുറിച്ചി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് 23ലേക്ക് മാറ്റി. പുതുച്ചേരിയിൽ 30 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. കേരളത്തിനൊപ്പം 19-നാണ് 2ഇടത്തും വോട്ടെണ്ണൽ. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.